ഹലോ ഫ്രണ്ട്സ്, മാധവം വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നൊരു കലക്കൻ ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ചക്കയുടെ സീസണല്ല, അപ്പോൾ ചക്ക വെച്ച് ഒരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളതെല്ലാം ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വറുത്തരച്ച ചക്കക്കറി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് അതിനാവശ്യമായിട്ടുള്ള തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ചീനച്ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് തേങ്ങ അതിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം, നല്ലപോലെ വറുത്തെടുക്കാം. ഒരു ചെറിയ ബേസിൻ ചക്കയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു അരമുറി തേങ്ങ നമുക്ക് എടുക്കാം. അപ്പോൾ തേങ്ങ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അല്പം മല്ലിപ്പൊടി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് അല്പം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. പൊടി കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. നമ്മൾ ഇതിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വേപ്പില ഇതെല്ലാം ചതച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാം. ഇപ്പം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കണം. സാധാരണയായിട്ട് നമ്മൾ ചെയ്യുന്നത് ചക്ക ഉപ്പേരി, ചക്ക പുഴുക്ക്, പിന്നെ എന്തൊക്കെയാണ് ചക്ക അവിയൽ, ഇതൊക്കെയല്ലേ ചെയ്യാറ്. അപ്പോൾ ചക്ക വറുത്തരച്ച് ചക്ക ഇതൊന്ന് ചെയ്ത് നോക്ക്. നമ്മൾ അധികം ചെയ്യാത്തൊരു ഡിഷാണിത്. സിമ്പിളാണ്, അധികം ഐറ്റംസ് ഒന്നും വേണ്ട. നമ്മുടെ വീട്ടിലുള്ളത് വെച്ച് തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാം. ഇതിലേക്ക് ഇനി തേങ്ങ വറുത്തരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നമ്മൾ ചേർക്കാം കേട്ടോ. ചക്ക വേവാനായിട്ട് എന്തായാലും നമ്മൾ വെള്ളം ചേർക്കുമല്ലോ. അപ്പം നമ്മൾ ഈ അരപ്പ് വെള്ളം തന്നെ നമ്മൾ ചേർക്കുകയാണ്. തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തു. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു ചെറിയ ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ടാവും. ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും. അപ്പോൾ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. അരപ്പിൽ കിടന്ന് ചക്ക അങ്ങനെ തിളച്ച് മറിയുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്. നല്ല ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കാരണം ഇത് അധികം ആരും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണല്ലേ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് നോക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്ത് നോക്കാൻ തോന്നും. അത്രയും ടേസ്റ്റിയാണ്. നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തോന്നുന്നില്ലേ? ഏത് ടൈപ്പ് ചക്ക അതിൻ്റെ അനുസരിച്ചായിരിക്കും നമുക്ക് ചക്കയിൽ വെള്ളം ചേർക്കേണ്ടി വരിക. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ വെള്ളം ചേർക്കാനായിട്ട്. ഇപ്പോൾ ഈ ചക്കയിലാണെങ്കിൽ അധികം വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒരു ആവി വരുമ്പോഴത്തേക്കും ഇത് റെഡി ആയിക്കോളും. തീ ശരിക്കും കുറച്ചിട്ട് വേണം ഇത് വേവിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ മൂടി വേവിക്കണം. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇതൊന്ന് മൂടി വേവിക്കാം. ചക്കയുടെ വേവ് എവിടെ വരെ നോക്കാം. കണ്ടോ, ചക്ക വെന്ത് വരുന്നുണ്ട്. നോക്ക്, മസാലയിൽ കിടന്ന് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ ഇതിൻ്റെ വേവ് ഏകദേശം പൂർണ്ണമാവും. അപ്പം നമുക്ക് കഴിക്കാവുന്നതാണ്. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടോ?
നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് എന്തായാലും ചെയ്ത് നോക്ക്. എന്തായാലും ചക്കയുടെ സീസണൊക്കെ അല്ലേ, നമുക്ക് ഇഷ്ടംപോലെ ചക്കയൊക്കെ കിട്ടുന്ന സമയമാണ്. അപ്പോൾ നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കാം. ചക്ക വെന്തോന്ന് നമുക്ക് തുറന്ന് നോക്കാം. ചക്കയുടെ വേവ് പാകമായിട്ടുണ്ട്. അത്യാവശ്യത്തിന് കുഴഞ്ഞിട്ടുണ്ട്. ഒരുപാട് കുഴഞ്ഞിട്ടില്ലെങ്കിലും ഇത് മതിയാവും വേവ്. നമ്മൾ ഈ ചക്ക ശരിക്കും ബീഫ് കോംബോ ആയിട്ട് ചെയ്യാറുണ്ട്, ചക്ക ബീഫ്. ഇതിപ്പോൾ ചക്ക മാത്രമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ചെയ്ത് നോക്കൂ, അപ്പോഴായിരിക്കും ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. ഹലോ, അപ്പം ഞാൻ ഉണ്ടാക്കിയ ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഇപ്പോൾ ഇതെൻ്റെ കയ്യിലുണ്ട്. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്, ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. അപ്പോൾ 4 മണി സമയത്ത് ചായയോടൊപ്പം നമ്മൾ ഈ ചക്ക, ഈ വറുത്തരച്ച ചക്ക നമ്മൾ കഴിച്ചു നോക്കുക. സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിന് നന്ദി. ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങൾക്ക് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.